അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എവിടെയെന്നാവൂലേ? 3 ബെഡും ഹോട്ടലും റൂമൊക്കെ കണ്ടപ്പോൾ എവിടെയെന്നൊരു സംശയത്തിലാവൂലേ എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോഴിക്കോട് വരെ പോവാണ്ട് എന്ന്. നോമ്പൊക്കെ ആയി, മോളെ കൊണ്ടുവരാണ്ട്. പിന്നെ നോമ്പിനിപ്പോൾ അവിടെ എന്നാൽ ശരിയാവില്ല, ഭക്ഷണവും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധാ കിട്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരാൻ പോകലൊന്നുമില്ല, സാധാരണ അവൾ ഒറ്റയ്ക്ക് വരലെന്നെയാണ്. അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാണ്. പിന്നെന്താ വെച്ചാൽ 1 മാസത്തേക്ക് കിട്ടാം, റംസാനൊക്കെ അല്ലേ. അപ്പോൾ 1 മാസം ഓൺലൈനിലേക്ക് ആക്കുകയാണ് ക്ലാസ്സൊക്കെ. അപ്പോൾ പിന്നെന്താ, ഇത് രാവിലത്തെ ഫുഡാണ്, ഹോസ്റ്റലത്തെ ഫുഡ്, ഓക്കുള്ള ഫുഡാണത്. ഓള് കഴിക്കൂല അങ്ങനത്തെ, അപ്പൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് കുട്ടി രാവിലെ നീച്ചിട്ടുണ്ട്. അന്ന് രാവിലെ പോയതല്ലേ ഞങ്ങൾ. അപ്പോൾ പിന്നെ അത് ചായയും കുടിക്കുക കേട്ടോ. ചെന്നപ്പോൾ ചായ കുടിക്കുന്ന സമയമാണ്, 8 മണിയായപ്പോഴത്തേനും അവിടെ എത്തിക്കണ്. അപ്പോൾ ചായ കുടിച്ചു എല്ലാവരും. അവിടുത്തെ ഒരു അപ്പമാണിത്, ഉഴുന്നൊന്നും ഇല്ലാത്തൊരു ഓട്ടാടിനെ പോലത്തെ ഒരു അപ്പം. അപ്പോൾ അതും കൂട്ടിയൊക്കെ ചായ കുടിച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ വെച്ചിട്ട് പോയത് തന്നെയാണ്. റൂം ഒഴിവാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ വാടക കൊടുക്കണ്ടേ. പിന്നെ എനിക്ക് കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ലൈക്കുമ്പോൾ തൊട്ടുകാണ്ട് അങ്ങോട്ട് കണ്ടോളി. ആദ്യം ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് എല്ലാവരും. പിന്നെന്താ, അത് ലൈക്കുമ്പോൾ തൊട്ടിട്ട് വീഡിയോസ് കാണുക, സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണുക. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ അതാ ചായയൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ ഉടനെ ഇങ്ങനെ അൾമാറിയിൽ നിന്ന് എടുത്ത് കേട്ടോ. പുസ്തകങ്ങളും ഇതൊക്കെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോന്നോരോന്ന് കൊണ്ടുപോകുമ്പോൾ അല്ലാതെ അറിയില്ല, കൊണ്ടുവരുമ്പോൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ മോനിങ്ങനെ കൊണ്ടേക്കാണ്. പിന്നെ വലിയ ബാഗൊക്കെ വേണമെന്നാ, പിന്നെ ഇങ്ങനെ ചെറിയ പാത്രത്തിലാക്കുമ്പോഴേ കുറേ സാധനമുള്ള പോലെ തോന്നും. വലിയ ബാഗ് ഇല്ല, ഈ ചെറിയ ബാഗിലൊക്കെയാണ് ആക്കി കൊണ്ടുവരുന്നത്. മറ്റോൾ ബസ്സിന് പോകുമ്പോൾ ബസ്സിന് കണക്കാക്കിയോളം പിന്നെ കൊണ്ടുപോകാൻ മറ്റേ ബാഗിലാക്കിയല്ലേ കൊണ്ടുപോവുക. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മടക്കിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നെൻസുളി പണിയൊക്കെ നമ്മൾ കഴിഞ്ഞോക്കണമെന്ന് വിചാരിച്ചതേനു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഓളെ ഡ്രസ്സൊക്കെ തിരുമ്പി കഴുകിയോൾ വെച്ചാലും ഇനി പരീക്ക് ആ സാധനങ്ങൾ ഫുള്ളും കൊണ്ടുവരുമ്പോൾ അതൊക്കെ എനിക്ക് നന്നാക്കാണ്ട്. ആ പാത്രങ്ങളാവട്ടെ, ഡ്രസ്സുകളാവട്ടെ, പിന്നെന്താ സഞ്ചി, കൊട്ട, പിന്നെന്താ ബാഗ് ഒക്കെ ഉണ്ടല്ലോ. ഒന്നും അകത്തേക്കാണ് കയറ്റാൻ പറ്റൂല. ഒന്നുമല്ല, അതുപോലെ കഴുകലും തിരുമ്പലും ആ കൂട്ടത്തിലും എല്ലാ മക്കളുടെ അടിയിലും അല്ലേ. അത് ഇനിയിപ്പോൾ ഒന്നായിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ നല്ലോണം കഴുകി മൂറി ഉണക്കി എടുത്തേക്കണം. ഡ്രസ്സുകളൊക്കെ അതേപോലെ ഓളതൊറ്റക്ക് വേറെ ഉണ്ടാക്കി എടുത്തേക്കണം, നല്ലൊരു വൃത്തിയാവുള്ളൂ. അപ്പോൾ അൾമാറയൊക്കെ കാലിയാക്കി പൂട്ടി ചാവി അമ്മേൽ വെച്ച് സാധനങ്ങളൊക്കെ താഴെ കൊണ്ടേക്കാണ്. ഫുഡിൻ്റെ കാര്യം മോക്ക് മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് അങ്ങനത്തെ ഒരു പ്രശ്നം കേട്ടോ. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരേ ഫുഡ് തന്നെ ആകുമ്പോഴേ അല്ല ചേച്ചിമാരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഫുഡല്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാക്കണ്ടേ. അപ്പം എല്ലാവരും 2 ദിവസം ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ പോകും കേട്ടോ. എല്ലാ കുട്ടികളും ഇപ്പോൾ പോയിക്കണ്, അധികം കുട്ടികളും നോമ്പായതുകൊണ്ട് പിന്നെ ലീവ് എടുത്ത് പോയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓർക്കും പോരാൻ താല്പര്യം. പിന്നെന്താ, ഫുഡിൻ്റെ നോമ്പ് ഇറക്കണ നേരത്തുണ്ടല്ലോ, പിന്നെ രാത്രി ഓൽക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറ് തേങ്ങിയില്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാരും. അപ്പോൾ നോമ്പ് ഒറ്റുകാണ്ട് നമ്മൾ നോമ്പ് ഇറക്കണ നേരത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാഞ്ഞാൽ പിന്നെ ആകെ ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആകെ ക്ഷീണിക്കൂലേ. പിന്നെ വെറുതെ ഇരിക്കണമല്ലോ അല്ലല്ലോ, ഒരു ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ തലഞ്ഞി പോകുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആവൂലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോരുന്നത്.
അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഓളെ കാത്ത് നിൽക്കുകയാണ്. ഓള് വാർഡനോട് പറയാൻ വേണ്ടി, വാർഡൻ സ്ത്രീയാണ് കേട്ടോ, പിന്നെ അതിനോട് പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി. അപ്പോൾ അതിന് വാർഡൻ പോയിക്കണ്. ഞങ്ങൾ ചായ എടുക്കുമ്പോൾ വാർഡൻ വന്നീനു. അപ്പോൾ അത് ഒക്കെ നോക്കിയാണ്ട് അത് പോയിക്കണ്. അപ്പോൾ പിന്നെ ഓൾ ഫോൺ ചെയ്ത് കണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കണ ചേച്ചി പറഞ്ഞു അവിടെ എഴുതി ഒപ്പിട്ട് കാണ്ടൊക്കെ പോകണമല്ലോ, വാർഡൻ പോയല്ലോ. അങ്ങനെ ഓൾ കയറാൻ നിൽക്കുമ്പോഴാണ് പിന്നെ വാർഡനോട് പറയാൻ പറഞ്ഞത്. അപ്പോൾ വാർഡനെ വിളിച്ചപ്പോൾ വാർഡൻ പറഞ്ഞു അവിടെ എഴുതി വെച്ചു പോയിക്കോളി, ഞാൻ ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ അവിടെ എഴുതി ഒപ്പിട്ടൊക്കെ പോന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ നോമ്പ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് റൂം ഇവിടെ തന്നെ കിട്ടൂലായിരുന്നു. നല്ല ഇതാണ് കേട്ടോ അവിടെ, നല്ലൊരു സൗകര്യമാണ്. ഫുഡിൻ്റെ പറഞ്ഞാൽ എന്നും ഒരേ ഫുഡൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും മടിപ്പുള്ള കാര്യം തന്നെയല്ലേ, അല്ലാത്തൊരു പ്രയാസമില്ല കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം നമ്മൾ പെരയിലൊക്കെ എത്തി. സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തേക്കട്ടെ. ഇതാ കുറേ തിരുമ്പാനും കഴുകാനും മൂറ് എന്നാക്കാനുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ പിന്നെ സമയമുണ്ടോ അറിയില്ല. ഇതാ നമ്മൾ രാവിലെ നീച്ചാണ് പോയത്, ഒരു കാൽച്ചായം കുടിച്ച് കാണാൻ പോയതാട്ടോ. ഇനിയിപ്പോൾ വന്നിട്ട് ഇതാ ചോറും കറി എല്ലാ പണി ഉണ്ടാക്കണമല്ലോ, പണി ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഈ പണികളൊക്കെ എടുക്കാണ്ട് നോമ്പായല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.